കഴിഞ്ഞ ദിവസം വന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ TV ചാനലുകളിലും ഒക്കെ വരുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് എനിക്ക് പറയാറ്. കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷവും ഒഴികെയുള്ള നിഷ്പക്ഷമതികൾ എല്ലാം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിലെങ്കിലും BJP സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ വിജയിക്കും എന്ന് കണ്ടവരാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം പാലക്കാട് ഉണ്ടാകും എന്ന് വിശ്വസിച്ചവരാണ്. എന്നാൽ ജനവിധി UDFന് അനുകൂലമായി. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 11,840 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി. LDF സരിനെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സ്വന്തം പാളയത്തിൽ എത്തിപ്പിച്ച് മത്സരിച്ചെങ്കിലും 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ചില യൂട്യൂബ് ചാനലുകാരും TV ചാനലുകാരും BJPയുടെ തന്നെ ചില കാലുവാരികളുമൊക്കെ ഈ BJPയെ എതിർക്കുന്നത് കണ്ടാൽ, BJP വിമർശിക്കുന്നത് കണ്ടാൽ വളരെ കഷ്ടം തോന്നും. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പരാജയം അതൊരു പുത്തിരിയൊന്നുമല്ല. വിജയിക്കില്ല എന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ ഓരോ തവണയും തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴേ പരമാവധി വോട്ട് സമാഹരിച്ച് സംഘടനയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വീറോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ചരിത്രമാണ് BJPക്കുള്ളത്. പാലക്കാട് കഴിഞ്ഞ തവണ ശ്രീധരൻ സാറിന് കിട്ടിയെന്ന് പറയുന്ന വോട്ടുകൾ അത് പാർട്ടിയുടെ വോട്ടാണ്, അത്രയും ഇന്ന് വന്നില്ല എന്ന് കരുതുന്നവർ രാഷ്ട്രീയ അജ്ഞത കൊണ്ടാണ് അത്തരത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ 2016 ശോഭാ സുരേന്ദ്രന് ലഭിച്ച 40,076 വോട്ട് യഥാർത്ഥത്തിൽ പാർട്ടി വോട്ടാണ്. അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ കൃഷ്ണകുമാറിന് പാലക്കാട് കിട്ടിയിരിക്കുന്ന വോട്ട് 39,549 വോട്ടാണ്. എന്ന് വെച്ചാൽ 2016 അപേക്ഷിച്ച് 2024 നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് കിട്ടിയ വോട്ടിന്റെ കുറവ് എന്ന് പറയുന്നത് 530 വോട്ടാണ്. ഈ 530 വോട്ടിന്റെ കുറവും 8 വർഷത്തെ പ്രവർത്തനത്തിന്റെ വളർച്ചയുമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ അത് സത്യസന്ധമാണ് താനും. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ സാറിന് കിട്ടിയ വോട്ട് വെച്ച് ഇപ്പോഴത്തെ വോട്ടിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ 10,000-ഓളം വോട്ടിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അപ്പം നമ്മളോട് ഈ വിമർശകർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഈ 8 വർഷത്തെ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും പാർട്ടി അത് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാണ്. വരും സമയങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനം പോലും, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിച്ചത് എന്ന് പഠിച്ച് പരിഹരിക്കുകയാണ് വേണ്ടുന്നത്. നമ്മളിതെല്ലാം കാണുന്ന കൂട്ടത്തിൽ നമ്മൾ കാണേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ട്. കേരളത്തിലെ പാലക്കാട് മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. മഹാരാഷ്ട്രയിലെ 288 സീറ്റിൽ ഒറ്റയ്ക്ക് 132 സീറ്റും NDAക്ക് 234 സീറ്റ് നേടി തിളക്കമാർന്ന ഒരു വിജയമാണ് മഹാരാഷ്ട്രയിൽ നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നത്. കൂടാതെ ഭാരതത്തിൽ മൊത്തത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 13 സംസ്ഥാനങ്ങളിൽ 46 സീറ്റിൽ 20 സീറ്റ് നേടി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാൻ BJP പ്രതിദാനം ചെയ്യുന്ന NDA എന്ന മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കതിന്റെ കൃത്യമായ കണക്കൊന്ന് നോക്കിയാൽ UPയിൽ മാത്രം ഉപതെരഞ്ഞെടുപ്പ് നടന്ന 9 സീറ്റിൽ 6 സ്ഥലത്തും, രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടന്ന 7 സീറ്റിൽ 5 സ്ഥലത്തും, ആസാമിൽ 5-ൽ 3-ഉം, ബീഹാറിൽ 4-ൽ 2-ഉം, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ സീറ്റിലാണ് അവിടെ മത്സരം നടന്നത്. ആ സീറ്റ് വിജയിക്കുകയും ചെയ്ത് ചേലക്കരയിലെ 10,000 വോട്ട് വർദ്ധിപ്പിക്കാൻ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ നവ്യ ഹരിദാസ് വിജയം ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്ഥാനത്ത് വീറോടെ മത്സരിച്ച് ആ മത്സരത്തിന്റെ അവസാന നിമിഷം വരെ വാശിയോടുകൂടി ആ മത്സര രംഗത്ത് നിന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടുള്ള ചില സംഘടനാ വിരുദ്ധരും മാധ്യമങ്ങളും പാലക്കാട് മാത്രം തിരഞ്ഞെടുപ്പ് നടന്ന മട്ടിൽ BJPയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇതിന് ചുക്കാൻ പിടിക്കുന്ന കാലുവാരികൾക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അത് മുകളിലേക്ക് എടുക്കണ്ട. കേരള രാഷ്ട്രീയത്തിലെ 2 വമ്പന്മാരെ വീഴ്ത്തിയ കാര്യമൊന്നും ഒരു ചാനലുകാരനും പറയുന്നില്ല. പക്ഷേ SDPI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ കൂട്ടുകെട്ട് പിറന്ന വിജയത്തിന് പത്തരമാറ്റ് തിളക്കം ഇവരൊക്കെ പറയുന്നുണ്ട്. ഇവിടെയാണ് ഈ രട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടൊന്നും പാർട്ടി ഒലിച്ചു പോകാനൊന്നും പോകുന്നില്ല.
തെറ്റുപറ്റിയാൽ അത് തിരുത്തും, മുന്നോട്ട് പോകും. അതിനുള്ള ആർജവം ഭാരതീയ ജനതാ പാർട്ടിക്കും അതിനെ നയിക്കുന്ന മാതൃസംഘടനയ്ക്കും ഉണ്ട് എന്നുള്ളത് ഈ കാലുവാരികളും മറ്റുള്ളവരും മനസ്സിലാക്കിയാൽ നല്ലതാണ്.